പാലാ നഗരസഭ കൗൺസിൽ ഹാളിൽ നിന്നും എയർപോർട്ട് മോഷണം പോയ സംഭവത്തിൽ ഇത് തിരികെ ലഭിച്ചില്ലെങ്കിൽ പേര് വെളിപ്പെടുത്തേണ്ടി വരുമെന്ന് കൗൺസിലർ ജോസ് ചീരാങ്കുഴി പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് ഫോണും എയർപോർട്ടും എല്ലാം കൂടി ഒരുമിച്ചാണ് ടേബിളിൽ വെച്ചിരുന്നത്. ഇതിനിടയ്ക്ക് ഒന്ന് പുറത്തിറങ്ങി വെച്ചിട്ട് തിരിച്ചു കയറി വന്നപ്പം ആ സാധനം മാത്രം മാറിപ്പോയി. ഫോൺ അവിടെ ഇരിപ്പുണ്ട്. ഫോൺ ഞാൻ എടുത്തു. പക്ഷേ എനിക്കൊരു സംശയം വണ്ടിയിലായിരുന്നോ എന്നൊരു സംശയത്തിലാണ് ഞാൻ അന്നേരം കൂടുതൽ അവിടെ തപ്പാതിരുന്നത്. പക്ഷേ ഈ സാധനം പോയ പിറ്റേ ദിവസം മുതലുള്ള ലൊക്കേഷനെല്ലാം എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അത് പുറത്ത് പറയാതിരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാരാന്ന് എനിക്ക് വ്യക്തമായിട്ടില്ലായിരുന്നു. കാരണം വഴിയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നുള്ള ലൊക്കേഷൻ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അവസാനം അവരുടെ വീടിൻ്റെ അകത്ത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാനിത് ഇവിടെ പരാതി പോലീസ് സ്റ്റേഷൻ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൗൺസിൽ ഹാളിൽ നിന്ന് പോയതുകൊണ്ടാണ് ചെയർപേഴ്സന് ഈ കത്ത് കൊടുക്കാൻ കാരണം. ഇല്ല, ഞാൻ ആദ്യത്തെ കുറിച്ച് നേരിട്ട് ചോദിച്ചതാണ്. ഈ സംഭവം നടന്ന് അന്ന് തന്നെ കുറേ കൗൺസിലർമാരോട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു സാധനം പോയിട്ടുണ്ട്, ആ സാധനം കിട്ടിയിട്ടുണ്ടോ എന്ന് അത് വെച്ച് ഈ ആൾക്കാരോടെല്ലാം ചോദിച്ചതാണ്. എനിക്കറിയാമെന്ന് പറയുന്ന ആളോട് ഞാൻ ചോദിച്ചതാണ്. എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട് ഇതാരാന്നൊന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട്. എനിക്ക് അവരെ അല്ല കുടുംബപരമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ എടുത്ത ആളൊരു തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിൽ വേറെ അംഗങ്ങളുള്ളതാണ്, അവർക്കെല്ലാം ഇതിനൊരു ഭവിഷ്യത്ത് വരും. അതുകൊണ്ട് എനിക്ക് തീരെ നിർവാഹമില്ലെങ്കിൽ ഇത് വെളിപ്പെടുത്തേണ്ടി വരും. കൗൺസിൽ അവിടെ നിർബന്ധിക്കുവാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും. ഇത് ലഭിച്ചതെന്ന് കരുതുന്ന ആളോടടക്കം പലരോടും ചോദിച്ചെങ്കിലും ആരും കണ്ടതായി പോലും പറഞ്ഞിട്ടില്ല. പേര് വെളിപ്പെടുത്താൻ സമ്മർദ്ദമുണ്ടെന്നും കൗൺസിൽ ഹാളിൽ നിന്ന് നഷ്ടമായതിനാലാണ് ചെയർപേഴ്സന് പരാതി നൽകിയതെന്നും ജോസ് ചീരാങ്കുഴി പറഞ്ഞു. അതേസമയം കൗൺസിൽമാരെ ഒന്നടങ്കം സംശയമുനയിൽ നിർത്തുന്നത് അവസാനിപ്പിച്ച് എയർപോർട്ട് തിരികെ നൽകാൻ എടുത്തയാൾ തയ്യാറാകണമെന്ന കൗൺസിലർ ബൈജു കൊല്ലംപറമ്പിൽ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 26 പേരും, പ്രത്യേകിച്ച് ഞാനുമായിട്ട് ബന്ധപ്പെട്ട പലരും ഈ ജോസൂട്ടൻ ചെയർപേഴ്സൺ ഈ കത്ത് കൊടുക്കുമ്പം ചെയർപേഴ്സണ് പോലും ഇതിൻ്റെ കണ്ടൻറ്റ് എന്നാന്ന് അറിയത്തില്ല. അവർ പോലും തപ്പിത്തടഞ്ഞ വായിച്ചു. ഞങ്ങളും ഒരു ദുഃഖത്തോടെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാന്ന് മനസ്സിലായില്ല. പക്ഷേ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഞാൻ എടുത്തിട്ടില്ല. അതുപോലെ ഓരോ കൗൺസിലേഴ്സും ഒന്നിലും മുന്നോട്ട് അത് പറയാൻ തയ്യാറാവണം. അല്ലെങ്കിൽ ഇതിൻ്റെ കുഴപ്പം നമുക്ക് പുറത്തിറങ്ങി നടക്കത്തില്ല. ഇപ്പോൾ വലിയ വാർത്തയായിപ്പോയി. കാരണം നഗരസഭ എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു സംവിധാനമാണ്, ജനപ്രതിനിധികളാണ് കൗൺസിലേഴ്സ്. പക്ഷെ അവരൊക്കെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ വനിതകൾ ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം ഒക്കെ ജോസൂട്ടനുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 2-3 ദിവസത്തിനുള്ളിൽ ജോസൂട്ടൻ നമ്മുടെ കൗൺസിലറുടെ ചീരാങ്കുഴി അത് വെളിപ്പെടുത്തും. ഈ പ്രശ്നം അത് അവസാനിക്കും. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കത്തി കാരണം പൊതുസമൂഹത്തിന് മുന്നിൽ പാലാ നഗരസഭയും കൗൺസിലേഴ്സും ഒന്നാമത് വിവാദങ്ങൾ ഒരുപാടുണ്ട്. ആ കൂടെ ഇത് ഇങ്ങനൊരു കള്ളത്തിനുള്ള ഒരു സാധനം കൂടെ കയറിപ്പോകുന്നത് എല്ലാവർക്കും ഒരു മോശമാണ്. അത് എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കേണ്ടത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു കാര്യമാണ്. അത് ഇതൊന്ന് ഫുഡ് സ്റ്റോപ്പ് ഇടേണ്ട സമയം. കാരണം എല്ലാവരും വനിതകൾ ഉൾപ്പെടെ ഉള്ള എല്ലാവരും സംശയത്തിന് നിഴല വഴിയെ പോകുമ്പോൾ എല്ലാവരും നമ്മളോടൊക്കെ ചോദിക്കാനും തുടങ്ങി. കാരണം ജോസൂട്ടിന് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നഗരസഭ ഹാളിൽ നിന്നാണ് പോയത്, കൗൺസിലറാണ് എടുത്തിരിക്കുന്നത്. പുള്ളിക്ക് കൃത്യമായിട്ട് അതിൻ്റെ എവിഡൻസും ഉണ്ട്. പുള്ളിക്ക് അറിയാമെന്നുള്ള കാര്യം പകൽ പോലെ നേരം. അപ്പം നമ്മളൊക്കെ ചോദിച്ചിട്ടും വ്യക്തിപരമായിട്ട് പുള്ളി അത് പറയുന്നില്ല. പക്ഷേ പുള്ളി പറയാതിരിക്കാൻ പറ്റിയല്ല. ഇതിപ്പം പുറത്തറിഞ്ഞു പോയില്ലേ. ഇപ്പം പറയണ്ടായിരുന്നെങ്കിൽ ജോസൂട്ടൻ നഗരസഭ കത്ത് കൊടുക്കുകയല്ലോ. എടുത്തിട്ടില്ല എന്ന് വ്യക്തമാക്കാൻ ഓരോരുത്തരും തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം പേര് വെളിപ്പെടുത്തട്ടെ എന്നും ബൈജു കൂട്ടിച്ചേർത്തു.